ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങൾ ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷം 21 അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് ഒരു ഉപമയിലൂടെ സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: അത്തിമരത്തെയും മറ്റെല്ലാ മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. എന്നിട്ട് യേശു കൂട്ടിച്ചേർക്കുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്ക് കടന്നു പോകില്ല. വളരെ പ്രത്യാശ നൽകുന്ന ഒരു വചനത്തോടു കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. ഈ ദിവസങ്ങളെല്ലാം യുഗാന്ത്യവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ക്രിസ്തു വചനത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ചിലതൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നതും നമ്മെ ആകുലപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമൊക്കെ ആയിരുന്നു. പക്ഷേ ഓർക്കുക, ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള, നമ്മെ തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലും യേശു അപ്രകാരമാണ് നമ്മോടും സംസാരിക്കുക. മുൻകൂട്ടി അറിയിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും നാം ഒരു ദുരനുഭവത്തിൽ വീണു പോകാതെ, നിത്യരക്ഷയുടെ കൃപ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത ക്രിസ്തുവിൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും നാം പരിശ്രമിക്കുമ്പോൾ നാം പ്രത്യാശയുള്ളവരായി ജീവിക്കും. ദൈവവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പും ഈ ഒരു കൃപയുടെ ബലമാണ്. ഈ ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും നിത്യതയുടെ വെട്ടം നമുക്കുണ്ടെങ്കിൽ നാം ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മീയ പിന്തുണ എന്തെന്നോ, ദൈവം എല്ലാ കാര്യങ്ങളും തൻ്റെ മക്കളായ നമ്മെ നേരത്തെ അറിയിച്ചിരിക്കുന്നു എന്നതാണ്. നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ പറയണം, എങ്ങനെ പറയരുത്, എങ്ങനെയാണ് നാം ഒരു ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനോ മകളോ ആയി ജീവിക്കേണ്ടത് എന്ന് വളരെ മനോഹരമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം അപ്രകാരം ജീവിച്ചാൽ മാത്രം മതി. നമുക്ക് വചനാധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള ഒരു ക്ഷണമാണ് അന്ത്യദിനങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ. വചനത്തിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭയം കൂടാതെ സാക്ഷ്യം നൽകുവാനും ഒരുക്കമുള്ളവരായി ഭൂമിയിൽ ജീവിക്കുവാനും സാധ്യമാകും. ദൈവത്തിൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂടുതൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പും ഭയപ്പെടലിൻ്റെ മുന്നറിയിപ്പല്ല. പ്രത്യുത അവയെല്ലാം തന്നെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സ്വർഗീയ ജീവിതത്തിൻ്റെയും ആത്മീയ ബലങ്ങളാണ് എന്ന് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകും. ഈ വിശുദ്ധ ദിനം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നാം ക്രിസ്തു എപ്പോൾ വന്നാലും ഒരുക്കമുള്ളവരായി കാണപ്പെടുവാനും ക്രിസ്തുവിൻ്റെ ആഗമന വേളയിൽ പ്രത്യാശഭരിതരായി കാത്തിരിക്കുന്നവരുമായി തീരാൻ കൃപാവരം നൽകണമേ എന്ന്. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.